എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്ലൈഡ് മൈഗ്രേഷൻ സർവേയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ആരും നമ്മളധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പിള്ളേരെ, നാട്ടിലുള്ളവർ, നമ്മുടെ ഇന്ത്യയിലുള്ളവരും അല്ലെങ്കിൽ വേറെ ദുബായിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും തന്നെ നമ്മളെ പിള്ളേരെ ഇങ്ങോട്ട് ഹയർ സ്റ്റഡീസിന് വിടാൻ ഉദ്ദേശിക്കുമ്പോൾ ഇയർ 12 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കും അല്ലെങ്കിൽ PG കോഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടും അങ്ങനെ മാസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഇയർ 12 കഴിഞ്ഞിട്ട് ബാച്ചിലർ കോഴ്സിനൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അവരെ സ്കൂളിങ്ങിലോട്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് വിട്ടുകൂടാ? സ്കൂളിങ്ങിലോട്ട് വിട്ടുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയർ 7, ഇയർ 8, ഇയർ 9, ഇയർ 10, ഇയർ 11, ഇയർ 12 ഇതെല്ലാം അവർക്ക് ഇവിടെ പഠിക്കാം. അപ്പോൾ ഇയർ 1 തൊട്ട് ഇയർ 12 വരെ നമുക്ക് അഡലേഡിലെ പ്രീമിയം സ്കൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലെ ലൗഡേൽ എന്നൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്ന പോലത്തെ അത്രയും നല്ല ക്യാമ്പസ് ഉള്ള, ഇവിടെ അഡലേഡിലുള്ള ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ പിള്ളേരെ വിടാൻ ആഗ്രഹിക്കുന്ന പ്രീമിയം സ്കൂൾസ്, അതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഈ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രീമിയം സ്കൂൾസിൽ നിങ്ങളുടെ പിള്ളേർക്കും നിങ്ങൾക്ക് പഠിക്കാം. അതിനുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ സെയിം ഫീസ് ഇപ്പം ഞങ്ങളുടെ പിള്ളേരെ ഈ സ്കൂളിൽ വിടുന്ന ഓൾമോസ്റ്റ് സെയിം ഫീസ് തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനും ഇവിടെ പഠിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവ്. അപ്പോൾ ഒരു പേരൻറ്റിനും കൂടെ വരാം. ഒരു ഗാർഡിയൻ വിസയിൽ പേരൻറ്റിനും വന്നു പോയി നിൽക്കാം. ഒരു ഗാർഡിയൻ വിസയിൽ അവർക്ക് വർക്ക് റേറ്റ് ഒന്നും കിട്ടത്തില്ല, പക്ഷെ അവർക്ക് ആളുടെ കൂടെ വരാം. ഇപ്പോൾ പേരൻറ്റിന് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സ്കൂള് അവരുടെ ഹോസ്റ്റലിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പം ഈ ഒരു സ്കൂളിൽ പഠിച്ചാലുള്ള ബെനിഫിറ്റ്, ഈ 16 സ്കൂളുണ്ട്. ഈ 16 സ്കൂളിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 16 സ്കൂൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ അഡലേഡിൽ ഉള്ള ആരോട് ചോദിച്ചാലും അറിയാം. ഇവിടുത്തെ വൺ ഓഫ് ദി പ്രീമിയം സ്കൂൾസാണ്. അതിൽ ഒരു സ്കൂളിൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡലേഡിൻ്റെതായ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലോട്ട് നമുക്ക് സ്കോളർഷിപ്പായിട്ട് ബാച്ചിലർ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നല്ല പഠിക്കുന്ന, നല്ല അക്കാഡമിക്കായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിള്ളേർ അവർ ഈ ഇയർ 11ഉം ഇയർ 12ഉം ഒക്കെ ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കി, മെഡിസിനും അങ്ങനെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഇവിടെ മെഡിസിൻ ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഓസ്ട്രേലിയയിലെ മെഡിസിൻ MBBS ഒക്കെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അഡലേഡിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് അഡലേഡും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയൊക്കെയാണ്. അപ്പം അവിടെ ഒക്കെ മെഡിസിൻ പഠിക്കണം, അല്ലെ അവിടെയൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കണം എങ്കിൽ ഇയർ 11ലും ഇയർ 12ലും അവരുടെ തന്നെ ഒരു സ്കൂളുണ്ട്. അഡലേഡ് ഇന്റർനാഷണൽ സ്കൂൾസ് എന്നാണ് എൻ്റെ പേര് ഞാനിപ്പോൾ പറയാം. യൂണിവേഴ്സിറ്റി സീനിയർ കോളേജ്, അത് തന്നെ യൂണിവേഴ്സിറ്റി സീനിയർ കോളേജ്. അപ്പം യൂണിവേഴ്സിറ്റി സീനിയർ കോളേജ് എന്ന് പറയുന്നത് അഡലേഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ആണ്. അവരുടെ തന്നെ സ്കൂളാണത്. അപ്പോൾ അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലോട്ട് ഡയറക്റ്റായിട്ട് കയറാം. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ നമുക്ക് എൻറോൾമെൻറ്റിന് വേണ്ടിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IELTS PT ഒന്നും വേണ്ട. പ്രിൻസിപ്പളുമായിട്ട് ആദ്യം തന്നെ ഒരു ഇൻ്റർവ്യൂ വരും. ആ പ്രിൻസിപ്പൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സ് കോർഡിനേറ്ററും പ്രിൻസിപ്പളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ വരും. അവർ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു പേരൻറ്റിന് വരണമെന്നുണ്ടെങ്കിൽ പേരൻറ്റിന് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി മീൻസ് കോളേജുകൾ, സ്കൂളുകൾ തന്നെ അക്കോമഡേഷനും അവരുടെ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുള്ള പേയ്മെൻറ്റ് എക്സ്ട്രാ വരുമെന്നുള്ളൂ. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് കുറവുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രിൻസിപ്പളിന് വിചാരിക്കുകയാണ്, ഓക്കെ ഇവരുടെ സ്കിൽസ് അത്ര പോരാ എങ്കിൽ പ്രിൻസിപ്പളിന് ഒരു ടെസ്റ്റ് നമ്മുടെ ഇമെയിലിലോട്ട് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ്, EPET എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് വിടും. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഇൻടേക്ക് ഉണ്ട്. ഒരു വർഷത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻടേക്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഒരു 3-4 മാസം മുമ്പ് തന്നെ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതൊരു വളരെ നല്ല പ്ലാനാണ്. ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിള്ളേർക്ക് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിയ പ്ലാനാണ്. ഇതിലും നല്ലൊരു പ്ലാൻ വേറെ ഇല്ല. ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ളവർക്ക്, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ളവരെന്ന് പറയാൻ ഇയർ 10, ഇയർ 7, ഇയർ 8 പിള്ളേരെ ഓസ്ട്രേലിയയിൽ വിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു കപ്പാസിറ്റി. ആവറേജ് ഫീസ് എന്ന് പറയുന്നത് $18,000 ഓസ്ട്രേലിയൻ ഡോളർ തൊട്ട് $42,000 ഓസ്ട്രേലിയൻ ഡോളർ വരെയാണ് ഇവിടുത്തെ കോളേജിൽ ഞാൻ പറഞ്ഞ 16 സ്കൂളിൻ്റെ ഫീസ്. 18,000 പെർ ആനം ഓസ്ട്രേലിയൻ ഡോളർ ടു 42,000 പെർ ആനം. ഇപ്പം ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ സിറ്റിസനാണ്. പക്ഷേ എനിക്കിപ്പം എൻ്റെ പിള്ളേരെ ഇപ്പം ഈ പറയുന്ന സ്കൂളുകളിൽ വിടണമെന്നുണ്ടെങ്കിലും ആ ഫീസ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ്. അവർക്ക് പല പല സ്കൂൾ ചൂസ് ചെയ്യാം. ഇവിടെ ഗവൺമെൻറ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, സെമി പ്രൈവറ്റ് സ്കൂളുണ്ട്. പക്ഷേ ഈ ലിസ്റ്റിനകത്തുള്ള സ്കൂളുകളിൽ വിടണമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കൊച്ചിനും അത്രയും തന്നെ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങളും അവിടെ കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയർ 11, ഇയർ 12 ഓസ്ട്രേലിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ
അവർക്ക് ആജീവനാനന്ദ കാലം അവർക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യം വരുന്നില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. എനിക്കിപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലെ നേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ എനിക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും, നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എല്ലാ നേഴ്സസിനും 7 ഈച്ച് ബാൻഡ് വേണമല്ലോ IELTS. അതിനകത്ത് എനിക്ക് ഒരു എക്സംഷനും ഇല്ല. ഞാൻ ഇവിടുത്തെ സിറ്റിസണാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് IELTS വേണ്ടെന്ന് പറയുന്നില്ല. എനിക്ക് IELTS 7 ഈച്ച് വേണം. പക്ഷേ ഞാൻ ഇവിടെ ഇയർ 11ഉം ഇയർ 12ഉം ഓസ്ട്രേലിയ പഠിച്ചതാണെങ്കിൽ എനിക്ക് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരത്തില്ല. അപ്പം പേരൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ പിള്ളേർക്കൊരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയയിലെ സ്കൂളിംഗ് എന്നുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അതായത് ബാച്ചിലർ ഡിഗ്രിക്കും മാസ്റ്റേഴ്സിനും വിടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ സേഫായിട്ടുള്ള, ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള, വേൾഡിലെ എല്ലാ ഫെസിലിറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ പഠിക്കാൻ വിടുന്നത്. അതും വലിയൊരു റീസണബിൾ ആയിട്ടുള്ള ഫീസാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ പല പ്രീമിയം സ്കൂളും ഇത് കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും പോലും ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം എല്ലാവരോടും അടുത്തും റീച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മെസ്സേജ് എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഉപകാരപ്പെടണമെന്നില്ല. പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളുടെ പിള്ളേർക്ക് ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്കൊരു ബെറ്റർ ലൈഫ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് മിൻറ്റു കുര്യൻ, രജിസ്റ്റേർഡ് മൈഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ് അഡലേഡിൽ നിന്ന്, ഓസ്ട്രേലിയ. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കേരളത്തിലെ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസും അഡലേഡിലെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മെൽബണിലും ചണ്ഡീഗഡിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നന്ദി, നമസ്കാരം. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ ടൈം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം.